ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ക്ഷേത്രം എന്താണ്, ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രീയത എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിലെ വിഗ്രഹമാണ് ഏറ്റവും പ്രധാനം. വിഗ്രഹമാണ് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. വിഗ്രഹം എന്നാൽ വിധിയാവണ്ണം ഗ്രഹിക്കേണ്ടത് എന്നാണ്. അല്ലാതെ അവിടെ നമുക്ക് പോയി വേണ്ട കുറേ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിവേദനം കൊടുക്കുന്ന സ്ഥലമല്ല. അവിടെ പോയി വിധിയാവണ്ണം ഗ്രഹിക്കുക, അതായത് അവിടുത്തെ മൂർത്തി സങ്കല്പത്തിലോ നമ്മുടെ ഉള്ളിലെ അന്തരാത്മായെ ഉണർത്തി ആ അന്തരാത്മയാണ് യഥാർത്ഥ ഈശ്വരൻ എന്ന് തിരിച്ചറിയുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ, മിക്കവാറും കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ദർശിക്കുന്നത് ആ വിഗ്രഹത്തിനെ നമ്മൾ ഉള്ളിൽ കാണുക. അത് കാണുന്നത് എവിടെയാണ്? ഉള്ളിലാണ്. ആ ഒരു തിരിച്ചറിവ് അവിടെയാണ്, ആ പോയിന്റിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയുന്നത്. അപ്പം അതിനൊരു പ്രാക്ടീസ് പോലാണ് ശരിക്കും നമ്മൾ ആ വിഗ്രഹത്തിനെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് വേറെ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. വിഗ്രഹം വിധിയാവണ്ണം ഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പുസ്തകം പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് ഒരു വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഗണപതിക്കായാലും ദേവിക്കായാലും ശിവനായാലും ഒരുപാട് എക്സ്പ്ലനേഷനുകളുണ്ട്. അപ്പോൾ ഒരു പുസ്തകം പഠിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു വിഗ്രഹത്തിനെ പഠിക്കാനുണ്ട്. അപ്പോൾ പണ്ട് എല്ലാം ഒന്നും എഴുതി വെക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം എഴുതി വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വിഗ്രഹങ്ങളിലൂടെ, ശില്പങ്ങളിലൂടെയൊക്കെയാണ് ഓരോ മെസ്സേജുകൾ കൺവേ ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ സങ്കല്പം. പിന്നെ ക്ഷേത്രത്തിലെ ആരാധനാ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും സുഖപ്രദമാക്കുക എന്നുള്ളതാണ്. അതായത് ധൂപത്തിലൂടെ നമ്മുടെ നാസിക, അതായത് ഗന്ധം, നല്ല ഗന്ധം തന്ന് നമ്മുടെ നാസികയെ അത് ശുദ്ധീകരിക്കുക. നല്ല വായു തന്ന് ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു വായു തന്ന് നമ്മുടെ ബോഡി മൊത്തത്തിലെ ഓക്സിജൻ ലെവൽ കൂട്ടിയെടുക്കും. അടുത്തത് നമ്മൾ ആ വിഗ്രഹത്തിനെ ദർശിക്കുമ്പോൾ അത് മാത്രമല്ല, പൂക്കളും വിളക്കുകളും ദീപങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ആ അലങ്കാരങ്ങളും സ്വർണവും അതുപോലുള്ള തന്നെ തിളങ്ങുന്ന ലോഹങ്ങളും ഒക്കെ കൊണ്ട് ഉള്ള അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്കുള്ള ആഹാരമായി. ആഹാരം എന്ന് പറഞ്ഞാൽ അത് കാഴ്ച നമുക്ക് ഒരു കാഴ്ചയുടെ ശുദ്ധമായിട്ടുള്ളൊരവസ്ഥയെ കൊണ്ടുത്തരും. അതായത് നമ്മൾക്ക് ദോഷകരമായിട്ടുള്ളൊരു കാഴ്ചയല്ല, അതെപ്പോഴും നമുക്ക് ആനന്ദം തരുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ദശവിധ നാദങ്ങൾ, പലവിധ നാദങ്ങൾ, ശംഖ്, ചെണ്ട, അതുപോലുള്ള നാദങ്ങൾ, മണിനാദങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെവിക്ക് ആനന്ദകരമായിട്ടുള്ള ആ നാദങ്ങൾ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുന്നു. ജലം, പ്രസാദം ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാവിനുള്ളതായി, അവിടുത്തെ കാറ്റ്, അന്തരീക്ഷം അതുപോലുള്ളത് നമ്മുടെ സ്കിന്നിനുള്ളതായി. അങ്ങനെ പല രീതിയിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധി ചെയ്യുകയും പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖപ്രദമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി തരികയും ചെയ്യും. അങ്ങനെ ഒരു ആനന്ദകരമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ നമുക്ക് അന്തരാത്മയെ ദർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് അന്തരാത്മയെ ദർശിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ദുഃഖത്തിൽ പെട്ടുപോവുക അല്ലെങ്കിൽ ദുരിതത്തിൽ പെട്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്തരാത്മയായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ആ അന്തരാത്മയായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ പുരോഗതി, അതുപോലെ തന്നെ നമ്മുടെ ബോധത്തിൻ്റെ വളർച്ചയും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വിശാലതയൊക്കെ ഉണ്ടായി വരുത്തുള്ളൂ. അതാണ് ക്ഷേത്രം എന്നുള്ള ഒരു സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാസ്തുശൈലികളും എല്ലാം നമുക്ക് ഉചിതമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ഉചിതമായിട്ടുള്ള രീതി. ക്ഷേത്രത്തിന് 2 മീനിങ് ഉണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അതേ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ ഗോപുരം പാദങ്ങളായും, ശ്രീകോവിൽ ശിരസും, ചുറ്റമ്പലം നമ്മുടെ ഷോൾഡർ ആ ഭാഗത്തെയും,
നെഞ്ച് ഭാഗത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനെ കാണേണ്ടത്. എങ്കിലേ നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ തിരിച്ചറിവില്ലാതെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി, ഉത്തിഷ്ട കാര്യത്തിന് വേണ്ടി, അത് സാധിക്കും, അതൊക്കെ സാധിക്കും. അതൊക്കെ നമ്മളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിക്കും എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ അന്തരാത്മയുടെ വളർച്ചയ്ക്കാണ്, അന്തരാത്മയായിട്ടുള്ള ബന്ധത്തിന്. അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. ക്ഷേത്രം ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്.